ജനുവരി 22-ന് അയോധ്യയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രാൺപ്രതിഷ്ഠ ചടങ്ങ് നടത്താൻ പോവുകയാണ്. ഇത് സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വലിയ വിവാദങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും അറിയാം, ജനുവരി 22-ന് മോഡി അവിടെ പോയി പ്രാൺപ്രതിഷ്ഠ നടത്തുന്നത് 2024-ലെ 18-ാം ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയാണ് എന്ന് എല്ലാവരും അംഗീകരിച്ചൊരു വസ്തുതയാണ്. കാരണം അല്ലെങ്കിൽ ഇത്ര ധൃതി പിടിച്ച് കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല. ഇക്കാര്യം ആദ്യം തിരിച്ചറിഞ്ഞത് CPM ആണ്. CPM ആണ് ഈ ചടങ്ങിലേക്ക് ക്ഷണം ലഭിച്ചപ്പോൾ തന്നെ ഞങ്ങൾ അതിൽ പങ്കെടുക്കുന്നില്ല. പങ്കെടുക്കാത്തതിന് കാരണം ഒന്നാമത്തെ കാരണം ഇതൊരു രാഷ്ട്രീയ ചടങ്ങാണ്. തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി BJPക്ക് ഇന്ത്യയിലെമ്പാടും പ്രചാരണം നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യാമ്പയിൻ പോയിൻ്റായിട്ട് അയോധ്യയിലെ ക്ഷേത്ര നിർമ്മാണത്തെ അവർ ഉപയോഗിക്കാൻ പോവുകയാണ്. CPM ചൂണ്ടിക്കാട്ടിയ രണ്ടാമത്തെ കാര്യം, ഒരു സെക്കുലർ റിപ്പബ്ലിക്കിന് ഒരിക്കലും യോജിച്ചതല്ല ഒരു പ്രധാനമന്ത്രി അവിടെ പോയിട്ട് പ്രാൺപ്രതിഷ്ഠാ ചടങ്ങ് നടത്തുന്നത്. എല്ലാവർക്കും അറിയുന്നത് പോലെ സോമനാഥ ക്ഷേത്രത്തിൻ്റെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് രാജേന്ദ്ര പ്രസാദ് എന്ന അന്നത്തെ രാഷ്ട്രപതി പോകാൻ തുനിഞ്ഞപ്പോൾ അതിനെ വളരെ ശക്തമായി എതിർത്തത് നെഹ്റു ആയിരുന്നു. അന്ന് നെഹ്റു ഉയർത്തിപ്പിടിച്ചത് ഇന്ത്യയുടെ സെക്കുലർ ഡെമോക്രസിയായിരുന്നു. അതിൻ്റെ ആ സെക്കുലർ ഡെമോക്രസി ഉൾക്കൊണ്ടിട്ടുള്ള ഭരണഘടനയായിരുന്നു. എന്നാൽ അതുപോലെ തന്നെ ഈ സെക്കുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കിൻ്റെ തലവൻ, തിരഞ്ഞെടുക്കപ്പെട്ട തലവൻ, ഒരു മതത്തിൻ്റെ ചടങ്ങിൽ പോകുന്നത്, ഒരു മതത്തിൻ്റെ ചടങ്ങിൽ പങ്കെടുക്കുന്നത് ഒരിക്കലും മതനിരപേക്ഷതയ്ക്ക് യോജിച്ചതല്ല എന്ന സമീപനമാണ് CPM സ്വീകരിച്ചത്. CPM ആ നടപടി സ്വീകരിച്ചപ്പോൾ അതിന് വലിയ വാർത്താ പ്രാധാന്യമോ വലിയ ചർച്ചാ വിഷയമോ ഒന്നും ആയിരുന്നില്ല അത്. കാരണം CPMൻ്റെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലുള്ള സ്വാധീനം തിരഞ്ഞെടുപ്പിലെ നമ്പർ വെച്ചിട്ടാണെങ്കിൽ, ലോക്സഭയിലുള്ള ശേഷി വെച്ചിട്ടാണെങ്കിൽ വളരെ ദുർബലമാണ്. എന്നാൽ ഇടതുപക്ഷ ആശയങ്ങൾക്ക്, CPM ഉൾപ്പെടുന്ന ഇടതുപക്ഷ രാഷ്ട്രീയ കക്ഷികൾ ഉയർത്തിവിടുന്ന ആശയങ്ങൾക്ക് അവർക്ക് പാർലമെൻറ്റിലുള്ള പ്രാതിനിധ്യത്തെക്കാൾ വ്യാപ്തിയുണ്ട് എന്നും സ്വാധീനമുണ്ട് എന്നും പിന്നീടുള്ള സംഭവങ്ങൾ തെളിയിച്ചു. കാരണം സെക്കുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കിൻ്റെ ഒരു തലവൻ ഒരിക്കലും ഈ ചടങ്ങിൽ പങ്കെടുക്കരുത്, അത് തെറ്റാണ് എന്ന് CPM പറഞ്ഞപ്പോൾ ആ CPM പറയുന്നതിലും ശരിയുണ്ട് എന്ന് ക്രമേണയാണെങ്കിലും ഇന്ത്യയിലെ പല കക്ഷികൾക്കും അംഗീകരിക്കേണ്ടി വരുന്നു. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് അവർക്ക് ഔദ്യോഗികമായി ക്ഷണം ലഭിച്ച 3 പേരും ആ ചടങ്ങിൽ പങ്കെടുക്കില്ല എന്ന് കോൺഗ്രസിൻ്റെ വക്താവായിട്ടുള്ള ജയറാം രമേശ് പറഞ്ഞത്. CPM തീരുമാനിച്ച് 10-20 ദിവസം കഴിയേണ്ടി വന്നു കോൺഗ്രസ്സിന് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ. കാരണം സംശയമാണ്, ഇത് ഈ പങ്കെടുത്തിട്ടില്ലെങ്കിൽ BJP അതുപോലെ തന്നെ RSSും സംഘപരിവാറും തങ്ങളെ ഹിന്ദു വിരുദ്ധരായി ചിത്രീകരിക്കില്ലേ, ശ്രീരാമന് എതിരായിട്ടുള്ള ഒരു കക്ഷിയായി ചിത്രീകരിക്കില്ലേ എന്ന സംശയമാണ് കോൺഗ്രസ്സിനെ അലട്ടിയിരുന്നത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ ഏതായാലും കോൺഗ്രസ്സിന് ആ ക്ഷണം സ്വീകരിക്കുന്നില്ല. കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള ഖർഗെയും അതുപോലെ തന്നെ മുൻ പ്രസിഡൻ്റായിട്ടുള്ള സോണിയാഗാന്ധിയും ലോക്സഭയിലെ നേതാവായിട്ടുള്ള അധിർ രഞ്ജൻ ചൗധരിയും ആ ചടങ്ങിൽ പങ്കെടുക്കില്ല എന്ന് കോൺഗ്രസ് ഔദ്യോഗികമായി അവരുടെ ഔദ്യോഗിക പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് പ്രസ്താവന ഇറക്കിക്കൊണ്ട് തന്നെ പറയുകയുണ്ടായി. സ്വാഭാവികമായിട്ടും കോൺഗ്രസ് കൂടി ഇത് പ്രഖ്യാപിച്ചതോടുകൂടി ഇന്ത്യ എന്ന് പറയുന്ന അലയൻസിൽ, BJP വിരുദ്ധ അലയൻസിൽ ഭൂരിപക്ഷം കക്ഷികളും അതിൽ പങ്കെടുക്കില്ല എന്ന് ഏകദേശം ഉറപ്പായിരിക്കുകയാണ്. നേരത്തെ തന്നെ ഉദ്ധവ് താക്കറെ പറഞ്ഞിട്ടുണ്ട്, ശ്രീരാമ ഭക്തി ഇല്ലാതിട്ടല്ല, പക്ഷേ ഇതൊരു പൊളിറ്റിക്കൽ ഇവൻ്റ് ആയതുകൊണ്ട് ഞാനതിൽ പങ്കെടുക്കില്ല എന്ന് ഉദ്ധവ് താക്കറെ പറയുകയുണ്ടായി. അതുപോലെ തന്നെ സമാജ്വാദി പാർട്ടിയുടെ നേതാക്കൾ, RJDയുടെ നേതാക്കൾ, തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാക്കൾ ഒക്കെ തന്നെ ഈ ചടങ്ങ് രാഷ്ട്രീയ പരിപാടിയാണ്, അതുകൊണ്ട് ഞങ്ങൾ പങ്കെടുക്കില്ല, ഞങ്ങൾ അയോധ്യയിലേക്ക് പിന്നീടൊരു ദിവസം പോകും എന്ന രീതിയിലുള്ള പ്രസ്താവനകളാണ് അവരൊക്കെ നടത്തിയത്. എന്നാൽ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ട്വിസ്റ്റ് വരുന്നത്, ഈ ഹിന്ദു മതത്തിൻ്റെ സനാതനധർമ്മത്തിൻ്റെ തലവന്മാരായിട്ടുള്ള ശങ്കരാചാര്യ സ്വാമികൾ തന്നെ ഈ ചടങ്ങ് രാഷ്ട്രീയമാണ് എന്ന് പറയുന്നിടത്താണ്.
ഇതൊരു വലിയൊരു ടേണിംഗ് പോയിൻ്റാണ്. കാരണം ഹിന്ദുത്വ രാഷ്ട്രീയമാണ് BJP പയറ്റുന്നത്, സംഘപരിവാർ പയറ്റുന്നത്. അവർ എല്ലാ കാലത്തും അവരെ കൂടെ നിർത്തിയ ആൾക്കാരാണ് ശങ്കരാചാര്യസ്വാമികൾ. പല ഘട്ടങ്ങളിലും അവർ ഭിന്നാഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു വിഷയത്തിൽ 4 ശങ്കരാചാര്യ സ്വാമികൾ, കാരണം 4 മഠങ്ങളാണ് ഇന്ത്യയിലുള്ളത്. പിന്നെ ഏറ്റവും കിഴക്ക് പുരിയിലെ ഗോവർദ്ധന മഠം, അതുപോലെ തന്നെ പശ്ചിമേന്ത്യയിലെ ദ്വാരകാ മഠം, ദക്ഷിണേന്ത്യയിലെ ശൃംഗേരി മഠം, അതുപോലെ തന്നെ പിന്നെ വടക്കുള്ള ജ്യോതിർമഠം. ഇങ്ങനെ 4 മഠങ്ങളുണ്ട്. 4ഉം ശങ്കരാചാര്യസ്വാമികൾ സ്ഥാപിച്ച മഠങ്ങളാണ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഈ 4 മഠങ്ങളിലെയും ശങ്കരാചാര്യസ്വാമികൾ ഒറ്റക്കെട്ടായി പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾ ജനുവരി 22 ചടങ്ങിൽ പങ്കെടുക്കില്ല എന്ന്. കാരണം ഹിന്ദു ധർമ്മത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആചാര്യന്മാരാണിവർ. ക്രിസ്ത്യാനികൾക്ക് പോപ്പെന്ന പോലെ, ബുദ്ധമതക്കാർക്ക് ദലൈലാമ പോലെ, ഹിന്ദുക്കൾക്ക് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട മത ആചാര്യന്മാർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ശങ്കരാചാര്യസ്വാമികളെയാണ്. അവരാണ് ധർമ്മശാസ്ത്രം അനുസരിച്ച് ഹിന്ദു ധർമ്മത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ആളുകൾ ആയി കരുതപ്പെടുന്നത്. എന്നാൽ ആ സ്വാമികൾ ആ 4 പേരും ഒന്നിച്ച് പറയുകയാണ്. സമീപകാലത്തൊന്നും ആ രീതിയിലൊരു ഐക്യം ഈ ശങ്കരാചാര്യ സ്വാമികൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ടോ എന്നും സംശയമാണ്. പല ഘട്ടങ്ങളിലും പല ഭിന്നാഭിപ്രായങ്ങളും പല മഠങ്ങളും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ അവർ ഒറ്റക്കെട്ടായി പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾ ആ ചടങ്ങിൽ പങ്കെടുക്കില്ല. എന്താണ് ചടങ്ങിൽ പങ്കെടുക്കാതിരിക്കാനുള്ള കാരണം? അതിൽ 2 പേരാണ് ഓപ്പണായിട്ട് സംസാരിച്ചിട്ടുള്ളത്. ഒന്ന് ജ്യോതിർപീഠത്തിൻ്റെ മഠാധിപതിയായിട്ടുള്ള അഭിമുക്തേശ്വരാനന്ദ സരസ്വതിയും, പിന്നെ അതുപോലെ തന്നെ ഗോവർദ്ധന മഠത്തിൻ്റെ അധിപനായിട്ടുള്ള നിശ്ചലാനന്ദ സരസ്വതിയും. ഇവർ രണ്ടും മുന്നോട്ട് വെക്കുന്ന 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ അവർ പറയുന്നത് എന്താണ്, അർദ്ധനിർമ്മിതമായിട്ടുള്ള അല്ലെങ്കിൽ പകുതി മാത്രം നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഒരു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ചടങ്ങ് നടത്തുന്നത് ഹിന്ദു ധർമ്മശാസ്ത്രത്തിന് എതിരാണ്, അത് ചെയ്യാൻ പാടില്ല എന്നാണ് അവർ പറയുന്നത്. എല്ലാവർക്കും അറിയുന്ന പോലെ രാമക്ഷേത്ര നിർമ്മാണം 2020 ആണ് പ്രധാനമന്ത്രി, അന്നും പ്രധാനമന്ത്രി തന്നെയാണ് ഭൂമി പൂജ നടത്തിയത്. ആ ഭൂമി പൂജ നടത്തിയ അതേ പ്രധാനമന്ത്രിയാണ് ഇപ്പോൾ പ്രാൺപ്രതിഷ്ഠ നടത്താൻ പോകുന്നത്, പ്രതിഷ്ഠാകർമ്മവും നടത്താൻ പോകുന്നത്. 3 വർഷമായി. 3 വർഷത്തിനകത്ത് ഇത് പൂർത്തിയാകുമെന്നാണ് വിശ്വസിച്ചത്, പക്ഷേ നടന്നില്ല. ക്ഷേത്ര നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്, ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. 48 മണിക്കൂർ അല്ലെ 24 മണിക്കൂറും പിന്നെ ഇടതടവില്ലാതെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അയോധ്യയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. പക്ഷേ പണി പൂർത്തിയായിട്ടില്ല. പണി പൂർത്തിയാകാത്ത ഒരു ക്ഷേത്രം എങ്ങനെയാണ് അതിൽ പ്രതിഷ്ഠാ കർമ്മം നടത്തുക? അത് ഹിന്ദു ധർമ്മശാസ്ത്ര വിധിപ്രകാരം എതിരാണ് എന്നാണ് ഈ ശങ്കരാചാര്യ സ്വാമികൾ പറയുന്നത്. സനാതന ധർമ്മത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കീപ്പേഴ്സായിട്ടുള്ള, അതിനെ സംരക്ഷിക്കുന്ന ആളുകളായിട്ടുള്ള ശങ്കരാചാര്യ സ്വാമികൾ പറയുന്നു, സനാതന ധർമ്മത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ വാദിക്കുന്ന BJP നേതൃത്വം ആ ധർമ്മത്തെ നിഷേധിക്കുകയാണ്, അതിനെ എതിർക്കുകയാണ്, അതിനെ കളങ്കപ്പെടുത്തുകയാണ് എന്ന രീതിയിലാണ് ശങ്കരാചാര്യ സ്വാമികൾ പറയുന്നത്. രണ്ടാമത് അവർ പറയുന്നൊരു കാരണം, എന്താണ് ഇത്ര ധൃതി? ശ്രീരാമന് ഏറ്റവും ഇഷ്ടം അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിൽ പ്രതിഷ്ഠ നടത്തുന്നതാണ്. രാമനവമി ദിനത്തിലാണ് പ്രതിഷ്ഠ നടത്തേണ്ടത്. അത് ഏപ്രിൽ 17 ദിവസങ്ങളുണ്ട്, ഇനി 2-3 മാസമുണ്ട്. അന്ന് നടത്തിയാൽ പോരെ, എന്താ ഇത്ര ധൃതി? പക്ഷേ BJPക്ക് ധൃതിയുണ്ട്. കാരണം തിരഞ്ഞെടുപ്പ് വരികയാണ്. ഫെബ്രുവരിയിൽ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും. ഏപ്രിൽ 17 പോയാൽ കോഡ് ഓഫ് കോണ്ടക്റ്റ് ഉണ്ടാവും, തിരഞ്ഞെടുപ്പ് ചട്ടം ഉണ്ടാവും. ചട്ടം ഉണ്ടാകുമ്പോൾ പ്രധാനമന്ത്രിക്ക് അവിടെ പോയിട്ട് ഉദ്ഘാടനം ചെയ്യാനോ അല്ലെങ്കിൽ പ്രതിഷ്ഠ നടത്താനോ പറ്റില്ല. അത് തിരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമാകും. ഇവിടെ BJPക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഒരു ഫോട്ടോ ആണ്. ആ ഫോട്ടോ മോഡി അവിടെ പ്രതിഷ്ഠ നടത്തുന്ന ഒരു പിക്ചറാണ്. ആ പിക്ചറാണ് ഏറ്റവും വലിയ പ്രചരണ ആയുധം BJPയെ സംബന്ധിച്ച്. കാരണം ഇവിടെ തൊഴിലില്ലായ്മയുണ്ട്, അതുപോലെ തന്നെ ഭയങ്കരമായ വിലക്കയറ്റമുണ്ട്, ദുരിത ജീവിതമാണ് ജനങ്ങൾ നയിക്കുന്നത്. ഇതൊക്കെ വലിയ വിഷയമായി വരും. അതിന് മറയിടാൻ
അതിനൊക്കെ ഉപരിയായിട്ട് വൈകാരികമായൊരു ഇഷ്യൂ ആയിട്ട് ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ഒരു ഇഷ്യൂ ആയിട്ട് ഈ പ്രതിഷ്ഠാ ചടങ്ങ് നടത്തുക എന്നുള്ളതാണ് ബി ജെ പിയുടെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടാണ് ബി ജെ പി ഈ പരിപാടി നടത്തുന്നത്, ഇത്ര ധൃതി പിടിച്ച് നടത്തുന്നത്. ഈ ധൃതിയാണ് ഈ വിമർശനങ്ങളെക്കൊക്കെ കാരണമായിട്ടുള്ളത്. കാരണം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമാണ് ബി ജെ പി ഈ പരിപാടി നടത്താൻ പോകുന്നത് എന്ന വിമർശനമാണ് ഈ ശങ്കരാചാര്യ സ്വാമികൾ ഉന്നയിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇത് ഈ ഒരു നറേറ്റീവ്, ഈ ഒരു ആഖ്യാനം ബി ജെ പിയെ വല്ലാതെ അലോസരപ്പെടുത്തും. കാരണം ബി ജെ പി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം തന്നെ അവർ ഉയർത്തിപ്പിടിക്കുന്ന സനാതനധർമ്മത്തിനെതിരായി പ്രവർത്തിക്കുന്നു എന്ന ഒരു വിമർശനമാണ് ഇവിടെ ഉയർന്നു വരുന്നത്. ഇതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. എന്തുകൊണ്ടാണ് ശങ്കരാചാര്യ സ്വാമികൾ ഈ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിന് കാരണമാകുന്നത്? കാരണം ശങ്കരാചാര്യ സ്വാമികളും താന്ത്രിക വിദഗ്ധരും തന്ത്രിമാരും അവർക്ക് ട്രഡീഷണലായി കിട്ടിയിട്ടുള്ള ഒരു പദവിയാണിത്. പ്രതിഷ്ഠാകർമ്മം നടത്തുക, അതുപോലെ തന്നെ അമ്പലങ്ങളിലെ ചടങ്ങുകൾക്ക് നേതൃത്വം വഹിക്കുക, മതപരമായ ചടങ്ങുകൾക്ക് നേതൃത്വം വഹിക്കുക. ഈ മതപരമായ ചടങ്ങുകളും പ്രതിഷ്ഠാകർമ്മങ്ങളൊക്കെ രാഷ്ട്രീയക്കാർ നടത്താൻ തുടങ്ങിയാൽ എന്താണ് ഇവരുടെ സ്ഥിതി? പിന്നെ എന്താവും? ഇവർക്ക് സമൂഹത്തിൽ എന്ത് സ്റ്റേക്കാണ് പിന്നെ ഉണ്ടാവുക? എന്തൊരു സ്വാധീനമാണ് ഉണ്ടാവുക? അവരുടെ അന്തസ്സും ആഭിജാത്യവും ഒക്കെ ഇല്ലാതാവില്ലേ? നാളെ രാഷ്ട്രീയക്കാർ, ബി ജെ പി രാഷ്ട്രീയക്കാർ, ഹിന്ദുത്വ രാഷ്ട്രീയക്കാർ എല്ലാ അമ്പലങ്ങളിലും കയറി ശാന്തി തുടങ്ങിയാൽ ഞങ്ങളെപ്പോലുള്ള ആളുകൾ എന്ത് ചെയ്യും എന്ന ചോദ്യമാണ് ശങ്കരാചാര്യ സ്വാമികൾ പ്രധാനമായിട്ട് ഉന്നയിക്കുന്നത്. കാരണം ഈ രീതിയിലുള്ള ഒരു ചേർണിങ് ഹിന്ദു വിഭാഗത്തിനകത്ത്, ഈ സനാതന ധർമ്മികൾക്കകത്ത് തന്നെ ഉയർന്നു വരുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. അതിൻ്റെ രാഷ്ട്രീയത്തിലേക്കോ അത് ശരിയാണോ എന്ന അഭിപ്രായത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷേ ആ രീതിയിലുള്ള ഒരു ചർച്ച വരുന്നു. ഈ ചർച്ച വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഈ അയോധ്യയിലെ ക്ഷേത്ര ട്രസ്റ്റിന് വലിയ പ്രശ്നമായി. കാരണം ശങ്കരാചാര്യ സ്വാമികളാണ് പറയുന്നത്, നിങ്ങൾ സനാതനധർമ്മത്തിനെതിരായിട്ടാണ് പ്രവർത്തിക്കുന്നത്, ധൃതി പിടിച്ചാണ് നിങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്, ഈ പ്രതിഷ്ഠ നടത്താൻ പോകുന്നത് എന്ന് ശങ്കരാചാര്യ സ്വാമികൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ക്ഷേത്ര ട്രസ്റ്റിന് വലിയ ക്ഷീണമായി. അത് ക്ഷേത്ര ട്രസ്റ്റിൻ്റെ ഭാരവാഹിയായിട്ടുള്ള ചമ്പത് റായ്, അയാൾ പ്രമുഖ VHP കാരനാണ്. അദ്ദേഹം അമർ ഉജാലയ്ക്ക് ഒരു അഭിമുഖം നൽകി. ഹിന്ദി മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2-3 പത്രങ്ങളിലൊന്നാണ് അമർ ഉജാല. ദൈനിക് ജാഗരണും ദൈനിക് ഭാസ്കറൊക്കെ കഴിഞ്ഞാൽ പ്രധാനപ്പെട്ടൊരു പത്രമാണ്. ആ അമർ ഉജാലയിൽ നൽകിയ അഭിമുഖത്തിൽ ചമ്പത് റായ് പറഞ്ഞു, ഇതിൽ ശങ്കരാചാര്യ സ്വാമികൾക്കൊരു കാര്യമില്ല. കാരണം ഇത് രാമാനന്ദ സെക്റ്റിൻ്റെ ക്ഷേത്രമാണ്, അതായത് വൈഷ്ണവ സെക്റ്റിൻ്റെ ക്ഷേത്രമാണ്. ഇതിൽ ശൈവ സെക്റ്റിൻ്റെ, ശാക്തിക സെക്റ്റിൻ്റെ വിഭാഗങ്ങൾക്ക് യാതൊരു സ്ഥാനവുമില്ല. ശങ്കരാചാര്യ സ്വാമികൾക്ക് അതുകൊണ്ട് ഇതിൽ വലിയ സ്റ്റേക്കില്ല, സ്ഥാനമില്ല എന്ന ഒരു വാദം ചമ്പത് റായ് ഉന്നയിച്ചു. അതിന് ജ്യോതിർമഠത്തിൻ്റെ അധിപനായിട്ടുള്ള അഭിമുക്തേശ്വരാനന്ദ സരസ്വതിജി മറുപടി നൽകി. ശരി, നിങ്ങൾക്ക് രാമാനന്ദ സെക്റ്റിൻ്റെതാണ് എങ്കിൽ, വൈഷ്ണവ സെക്റ്റിൻ്റെതാണ് ഈ ചടങ്ങെങ്കിൽ അതെങ്ങനെയാണ് ചമ്പത് റായ് അത് ചെയ്യേണ്ടത്? നിർമോഹി അഖാഡയാണ്. അവിടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വൈഷ്ണവ അഖാഡകളിൽ ഒന്നാണ് നിർമോഹി അഖാഡ. നിർവാണ അഖാഡയുണ്ട്, മറ്റ് 2-3 അഖാഡകളും കൂടി ഉണ്ട് അവിടെ. ദിഗംബര അഖാഡ, ഇതൊക്കെ വൈഷ്ണവ സെക്റ്റിൻ്റെയാണ്. പക്ഷേ അതിൽ പൂജ നടത്തിക്കൊണ്ടിരിക്കുന്നത്, അയോധ്യ ക്ഷേത്രത്തിൽ പൂജ നടത്തിക്കൊണ്ടിരിക്കുന്നത് നിർമോഹി അഖാഡയിലുള്ള സന്യാസിമാരായിരുന്നു, പൂജാരിമാരായിരുന്നു. അങ്ങനെയാണെങ്കിൽ ചമ്പത് റായ് ചെയ്യേണ്ടത്, നിങ്ങൾ ഈ സ്ഥാനങ്ങളൊക്കെ രാജിവെക്ക്. നിങ്ങൾ ഈ സ്ഥാനങ്ങളൊക്കെ രാജിവെച്ച്, നിങ്ങൾ വൈഷ്ണവിയല്ലല്ലോ, നൃപേന്ദ്ര മിശ്ര വൈഷ്ണവിയല്ല, ട്രസ്റ്റിൻ്റെ ഭാരവാഹികളായി 2 പേരും വൈഷ്ണവ സെക്റ്റിൻ്റെ ആൾക്കാരല്ല. അവിടെ നിങ്ങൾ രാജിവെച്ച് പോടൂ. രാജിവെച്ച് പോയിട്ട് മൊത്തം ഈ ചടങ്ങിൻ്റെ നേതൃത്വം നിർമോഹി അഖാഡയ്ക്ക് ഏൽപ്പിക്കൂ എന്ന് അഭിമുക്തേശ്വരാനന്ദ സരസ്വതിജി പറയുകയുണ്ടായി. ഈ രീതിയിൽ ഈ അയോധ്യയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഡേ ടു ഡേ വലിയ ചർച്ചയായി മാറുകയാണ്. ഈ ചർച്ചയിൽ നിന്നൊക്കെ ഉയർന്നു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് വെറും രാഷ്ട്രീയ ചടങ്ങാണ് എന്ന് സ്ഥാപിക്കപ്പെടുകയാണ്. ഒരു വോട്ട് കിട്ടാൻ വേണ്ടി രാമനെ വിൽക്കാൻ പോലും ചില ചർച്ചകളിൽ
ടെലിവിഷൻ ഡിബേറ്റുകളിൽ ചില ആളുകൾ പറയുന്നത് രാമനെ ഒരു ATM മെഷീനാക്കി മാറ്റുകയാണ് BJP എന്നാണ്. കാരണം വോട്ട് കിട്ടാനുള്ള, എളുപ്പത്തിൽ വോട്ട് സംഘടിപ്പിക്കാനുള്ള ഒരു പിന്നെ രാഷ്ട്രീയ ടൂളായിട്ട്, രാഷ്ട്രീയ ഉപകരണമായിട്ട് ഹിന്ദുക്കൾ മനസ്സിൽ ആരാധിക്കുന്ന ശ്രീരാമനെ അവർ ഉപയോഗിക്കുന്നു. ഇത്ര നിർലജ്ജമായിട്ട് BJP ഉപയോഗിക്കുകയാണ്. ഇതാണ് ഇന്നത്തെ അവസ്ഥ. കാരണം ഏറ്റവും കൂടുതൽ വലിയ രാമഭക്തനായിരുന്നു ഗാന്ധിജി. ഗാന്ധിജി ഒരിക്കലും അമ്പലങ്ങൾ കയറി ഇറങ്ങി പോകാറില്ലായിരുന്നു. അങ്ങനെ നിങ്ങൾ ഗാന്ധിജി എല്ലാ ക്ഷേത്രങ്ങളും കയറി ഇറങ്ങി പോകുന്ന ഒരു കാഴ്ച നിങ്ങൾ വളരെ അപൂർവമായിട്ട് വായിച്ചിട്ടുണ്ടാവും. കാരണം അദ്ദേഹം പോകാറില്ല. അദ്ദേഹം പറയുന്നത് എൻ്റെ മനസ്സിലാണ് എൻ്റെ രാമൻ കുടികൊള്ളുന്നത്, അതുകൊണ്ട് രാമനെ കാണാൻ എനിക്ക് ക്ഷേത്രങ്ങളിൽ പോകേണ്ടതില്ല എന്നാണ്. അങ്ങനെയുള്ള രാമഭക്തന്മാരുള്ള രാജ്യമാണ് ഇന്ത്യ. ആ രാജ്യത്തിലാണ് ഏതാനും വോട്ടുകൾ കിട്ടാൻ വേണ്ടി ബാബറി മസ്ജിദ് എങ്ങനെയാണോ തകർത്തത്, ആ തകർത്തെടുത്ത് നിർമ്മിക്കുന്ന, അല്ലെങ്കിൽ ഒരു ഇൻജസ്റ്റിസ് നടന്ന, ഒരു അനീതി നടന്ന സ്ഥലത്ത് നിർമ്മിക്കപ്പെട്ട ഒരു ക്ഷേത്രം ഉയർത്തിക്കാട്ടിയിട്ട് വോട്ട് പിടിക്കാനുള്ള ഒരു തന്ത്രമാണ് യഥാർത്ഥത്തിൽ BJP പയറ്റുന്നത്. അത് ഇന്ത്യയിലെ ലക്ഷോപലക്ഷം ഹിന്ദു വിശ്വാസികൾ മനസ്സിലാകുന്ന ഒരു കാലം വരും. അന്ന് BJPക്ക് അടിപതറും.